നമസ്തേ ഹാപ്പി മാത്സ് അവറിലേക്ക് സ്വാഗതം. ഞാൻ ആരതി. ഈ ക്ലാസ്സിൽ ചാപ്റ്റർ 1 സെറ്റ്സിൽ എക്സസൈസ് 1.4 ക്വസ്റ്റ്യൻ നമ്പർ 12 നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതെനിക്കൊരു സന്തോഷവുമാണ്, കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷനുമാണ്. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ജോയിന്റ് സെറ്റ്സ് ഡിസ്ജോയിന്റ് സെറ്റ്സ് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലമാണ് ക്വസ്റ്റ്യൻ നമ്പർ 12. ഇതേ എക്സസൈസിൽ തന്നെ എക്സസൈസ് 1.4 ക്വസ്റ്റ്യൻ നമ്പർ 8ഉം ജോയിന്റ് സെറ്റ് ഡിസ്ജോയിന്റ് സെറ്റ് ബേസ് ചെയ്തിട്ടുള്ളതാണ്. ആ പ്രോബ്ലം ഡിസ്കസ് ചെയ്തപ്പോൾ ജോയിന്റ് സെറ്റ് ഡിസ്ജോയിന്റ് സെറ്റ്സ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം, ആ വീഡിയോ ഒന്ന് കാണണേ. Question number 12. State whether each of the following statement is true or false. Justify your answer. Question number 1. Set 2, 3, 4, 5 and set 3, 6 are disjoint sets. ആദ്യം നമുക്ക് സെറ്റ് എയും സെറ്റ് ബിയും എന്ന് എടുത്തെഴുതാം. ഇനി സെറ്റ് എക്കും സെറ്റ് ബിക്കും കോമൺ ആയിട്ട് എലിമെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. 3 സെറ്റ് എക്കും സെറ്റ് ബിക്കും കോമൺ ആണ്. അപ്പോൾ എയും ബിയും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. സോ എ ഇന്റർസെക്ഷൻ ബി നമുക്ക് സെറ്റ് 3 എന്ന് കിട്ടും. അതിന്റെ അർത്ഥം എന്താണ്? എയും ബിയുടെയും കൂടെ ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തോ ഒരു എലിമെന്റ് കിട്ടുന്നുണ്ട്, അല്ലാതെ നൾ സെറ്റ് ഒന്നും അല്ല. എ ഇന്റർസെക്ഷൻ ബി നോട്ട് ഈക്വൽ ടു നൾ സെറ്റ്. So A and B are joint sets and the given statement is false. അതിന്റെ വെൻ ഡയഗ്രാം റെപ്രസെന്റേഷനും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ക്ലിയർ ആണ് സെറ്റ് എയും സെറ്റ് ബിയും ജോയിന്റ് സെറ്റ്സ് ആണെന്നുള്ളത്. സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആയിരുന്നു. നമ്പർ 12 സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെറ്റ് എ ഇ ഐ ഒ യു ആൻഡ് സെറ്റ് എ ബി സി ഡി ആർ ഡിസ്ജോയിന്റ് സെറ്റ്സ്. ആദ്യം നമുക്ക് സെറ്റ് എയും സെറ്റ് ബിയും എന്ന് എടുത്തെഴുതാം. ഇനി സെറ്റ് എക്കും സെറ്റ് ബിക്കും കോമൺ എലിമെന്റ്സ് ഉണ്ടോ എന്ന് നോക്കാം. എ സെറ്റ് എക്കും സെറ്റ് ബിക്കും കോമൺ ആണ്. അതുകൊണ്ട് എ ഇന്റർസെക്ഷൻ ബി നമുക്ക് സെറ്റ് എ എന്ന് എഴുതാം. എ ഇന്റർസെക്ഷൻ ബിക്ക് നമുക്ക് എന്തെങ്കിലും ഒരു എലിമെന്റ് കിട്ടുന്നുണ്ടല്ലോ. ദാറ്റ് മീൻസ് എ ആൻഡ് ബി ആർ ഇന്റർസെക്റ്റിംഗ്. സോ എ ഇന്റർസെക്ഷൻ ബി നോട്ട് ഈക്വൽ ടു നൾ സെറ്റ്. എ ആൻഡ് ബി ആർ ജോയിന്റ് സെറ്റ്. ഗിവൺ സ്റ്റേറ്റ്മെന്റ് ഈസ് ഫോൾസ്. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. ഞാനിവിടെ അതിന്റെ വെൻ ഡയഗ്രാം റെപ്രസെന്റേഷൻസും കൊടുത്തിട്ടുണ്ട്. ഇത് സെറ്റ് എ, ഇത് സെറ്റ് ബി. സെറ്റ് എയും ബിയും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. എ കോമൺ എലിമെന്റ് ആണ്. ദാറ്റ് മീൻസ് സെറ്റ്സ് ആർ ജോയിന്റ് ആൻഡ് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ഈസ് ഫോൾസ്. ക്വസ്റ്റ്യൻ നമ്പർ 12 തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെറ്റ് 2, 6, 10, 14 ആൻഡ് സെറ്റ് 3, 7, 11, 15 ആർ ഡിസ്ജോയിന്റ് സെറ്റ്സ്. ആദ്യം നമുക്ക് സെറ്റ് എയും സെറ്റ് ബിയും ഒന്ന് എടുത്തെഴുതാം. ഇനി നോക്കിക്കേ, സെറ്റ് എക്കും സെറ്റ് ബിക്കും കോമൺ ആയിട്ട് എലിമെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ഒരു എലിമെന്റ് പോലും സെറ്റ് എക്കും സെറ്റ് ബിക്കും കോമൺ ഇല്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ നൾ സെറ്റ് ആണ്. എ ഇന്റർസെക്ഷൻ ബി നൾ സെറ്റ് ആണെങ്കിലോ എ ആൻഡ് ബി ആർ ഡിസ്ജോയിന്റ് സെറ്റ്സ്. ഗിവൺ സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ. ഇവിടെ ഞാൻ വെൻ ഡയഗ്രാം റെപ്രസെന്റേഷൻസും കൊടുത്തിട്ടുണ്ട്. സെറ്റ് എക്കും സെറ്റ് ബിക്കും കോമൺ ആയിട്ട് എലിമെന്റ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് സെറ്റ് എയും സെറ്റ് ബിയും ഡിസ്ജോയിന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 12 ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. സെറ്റ് 2, 6, 10 ആൻഡ് സെറ്റ് 3, 7, 11 ആർ ഡിസ്ജോയിന്റ് സെറ്റ്സ്. നമുക്ക് ആദ്യം സെറ്റ് എയും സെറ്റ് ബിയും ഒന്ന് എടുത്തെഴുതാം. നോക്കിക്കേ, സെറ്റ് എക്കും സെറ്റ് ബിക്കും കൂടെ കോമൺ ആയിട്ട് എലിമെന്റ്സ് ഒന്നും ഇല്ല. അപ്പോൾ എ ഇന്റർസെക്ഷൻ ബി എന്തായിരിക്കും? നൾ സെറ്റ് ആണ്. എ ഇന്റർസെക്ഷൻ ബി നൾ സെറ്റ് ആണെന്നുണ്ടെങ്കിൽ സെറ്റ്സ് എന്തായിരിക്കും? ഡിസ്ജോയിന്റ് സെറ്റ്സ് ആയിരിക്കും. സോ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. ഇതാണ് വെൻ ഡയഗ്രാം റെപ്രസെന്റേഷൻ. സെറ്റ് എക്കും സെറ്റ് ബിക്കും കോമൺ ആയിട്ട് എലിമെന്റ്സ് ഒന്നുമില്ല. സോ എയും ബിയും കൂടെ ഡിസ്ജോയിന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു. ടേക്ക് കെയർ ആൻഡ് ബൈ.